കർണാടകയിലെ യലഹങ്കയിൽ അവിടെ കുടിയൊഴിപ്പിക്കൽ നടന്നു. കേരള സംസ്ഥാന സർക്കാർ അതിൽ കയറി ഇടപെടാൻ നോക്കി. പിണറായി അഭിപ്രായം പറയാൻ ചെന്നപ്പോൾ DK ശിവകുമാർ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിനകത്ത് ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവിടേക്ക് റഹീം MP പോയി. എന്നാണ് ഇവർക്ക് ഇത്ര വലിയ UP മോഡൽ ബുൾഡോസർ രാജാണ് കർണാടകയിൽ എന്നൊക്കെ പറയുന്നല്ലോ. പക്ഷേ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് ശരിക്കും. അതെ, അതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുന്ന് പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് സത്യത്തിൽ വിഷയം അറിയില്ല അവർക്ക്. അവർ ഈ വായിൽ തോന്നിന് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുക. ഇപ്പോൾ റഹീമിൻ്റെ ഇംഗ്ലീഷ് പോലെയാണ് അതൊക്കെ. ഇവർ വിഷയമൊന്നും പഠിക്കാറില്ല. ഒരു വിഷയവും പഠിക്കാതെ കണ്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ബഹളം കൂട്ടിയിട്ട് ഈ പറയുന്ന സ്ഥലത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള മട്ടിൽ ചില സമരപരിപാടികൾക്ക് ആസൂത്രണം ചെയ്യും. ഈ സമരപരിപാടികൾക്ക് ഇവർ സ്ഥിരമായിട്ട് ചില ആളുകളെ കണ്ടുവച്ചിട്ടുണ്ട്. ആ പറയുന്ന ആളുകളെല്ലാം പണം കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യമില്ല. ഇവിടെ നടന്നിട്ടുള്ള യലഹങ്കയിൽ കൊഹ്ലു ഫക്കീർ കോളനി എന്ന് പറഞ്ഞ കോളനിയുണ്ട്. അവിടെ വെച്ചൊരു 300 വീട്ടുകാരാണ് ഇവർ ഒഴിപ്പിച്ചത്. പരമേശ്വര എന്തായാലും മറ്റേ ഹോം മിനിസ്റ്റർ അദ്ദേഹം അതുപോലെ തന്നെ ശിവകുമാർ എല്ലാം കൂടിയിട്ട് വലിയ താല്പര്യമെടുത്തുകൊണ്ട് സ്വന്തം ഒരു അധീശത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഏകദേശം ഒരു 5 ഏക്കർ സ്ഥലത്താണ് ഈ പറയുന്ന ആളുകൾ താമസിച്ചത്. ഇതെല്ലാം അനധികൃതമായുള്ള താമസങ്ങളാണ്. അതിനെക്കുറിച്ചൊരു ഹോം മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഇവരെല്ലാം മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. അത് ശരിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ മയക്കുമരുന്ന് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചതെന്നാണ് ശിവകുമാറിൻ്റെ ഭാഷ്യം. അത് ചിലപ്പോൾ ശരിയാവാം. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മയക്കുമരുന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം വലിയ ബന്ധമാണ്. അത് ഈ സമയത്ത് ഇപ്പോൾ തുടങ്ങിയ ബന്ധമൊന്നുമില്ല. ചെഗുവേരയുടെ കാലത്തുള്ള ബന്ധമാണ്. ചെഗുവേര എന്ന് പറയുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വിപ്ലവകാരിയായിട്ടുള്ള ആളുണ്ട്. അയാളെ അവസാനം അവരാൾ തന്നെ കുന്നളഞ്ഞ കേട്ടോ. ഈ പറയുന്ന ആളുടെ പ്രധാനപ്പെട്ട പരിപാടി അയാളുടെ ബൊളീവിയൻ ഡയറിയൊക്കെ ഉണ്ട്. ആ ബൊളീവിയൻ ഡയറിയിലൊക്കെ തന്നെ അയാൾ പറയുന്നത് മദ്യപിക്കുന്നതിനെ കുറിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ സർവ്വവ്യാപിയായിട്ട് എല്ലാ സ്ഥലത്തും വനാന്തരങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് നടന്നിരുന്ന ആളാണ് ചെഗുവേര. ആ ചെഗുവേരയുടെ പിൻതലമുറക്കാരാണ് ഇപ്പോഴത്തെ DFIക്കാർ ഏറെ പേരും. അതുകൊണ്ടാണ് അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇടപെട്ട്. നമുക്ക് തെറ്റാന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം എന്താ ചോദിച്ചത്, UP മോഡലാണെന്നോ അല്ലേ? ആ UP മോഡലാണെന്നല്ലേ ചോദ്യം ചോദിച്ചത്. UP സംഭവിക്കുന്ന അങ്ങനെയല്ല. UP അവിടെ വീടൊഴിപ്പിക്കുന്നത് കൊള്ളക്കാരെയാണ്, അടിപിടിക്കാരെയാണ്, ജനദ്രോഹികളായിരിക്കുന്ന ആളുകളുടെയാണ്. ആ ജനദ്രോഹം നടത്തിയിരിക്കുന്ന ആളുകൾ മുൻകാലത്തൊക്കെ ചെയ്തിരുന്നത് ഒരു കേസ് അവരുണ്ടാക്കുന്ന, അവരാളെ കുത്തിക്കൊല്ലുന്ന, അവർ സ്ഥലത്ത് പിടിച്ചുവരും നടത്തുന്ന, വലിയ കൊള്ള നടത്തുന്ന, ഇങ്ങനെ ഉള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയും നേരത്തെ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ എടുത്തിരുന്നില്ല. മുലായം സിംഗ് യാദവിൻ്റെ സർക്കാർ എടുത്തിരുന്നില്ല. അഖിലേഷ് യാദവിൻ്റെ സർക്കാരോ മായാവതിയുടെ സർക്കാരോ ഇവർക്കെതിരായിട്ട് ഒരു നടപടി എടുത്തിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ BJPയുടെ സർക്കാർ വന്നതിന് ശേഷം അവിടെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽപ്പെട്ട കുറ്റവാളികളായിരിക്കുന്ന ആളുകളുടെ ഇവർ പലപ്പോഴും കോടതിന് മുമ്പാകെ എത്തുമ്പോഴേക്കും ഇവർ രക്ഷപ്പെടുകയാണ് പതിവ്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കുന്നില്ല. ആ രക്ഷപ്പെടുന്നതിന് പകരമായിട്ട് അവർ വീടടക്കം ഇടിച്ചു വിളിച്ചുകൊണ്ട് സാധാരണക്കാരനെ രക്ഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ഏർപ്പാട് ഇതൊന്നുമല്ല. കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമായിട്ട് ഇവരുടെ വലിയൊരു മുൻഗാമിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു 975 സഞ്ജയ് ഗാന്ധി. അയാൾ തുർക്കുമാൻഗേറ്റിൽ ഏകദേശം 1000-ഓളം വീടുകളാണ് അയാൾ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരപ്പാക്കിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് ചേരി പ്രദേശത്തേക്ക് കടന്നു വന്ന ബുൾഡോസർ എന്ന് പറയുന്നത് സഞ്ജയ് ഗാന്ധിയുടെയാണ്. ഇന്ദിരാഗാന്ധിയുടെ മകൻ്റെയാണത്. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അനിയൻ്റെയാണത്. ഈ പറയുന്ന സാധനം വെച്ചുകൊണ്ടാണ് തുർക്കുമാൻഗേറ്റ് ഇപ്പോഴത്തെ പാലിക ബസാറതാ അതങ്ങ് ഇടിച്ച് നിരപ്പാക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ അവിടെ വീടില്ലാണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയുള്ള ഇവർ പറയാൻ എളുപ്പം ഈ പറയുന്ന ഇവിടെയുള്ള സംഭവം, ബാംഗ്ലൂർ നോർത്തിലുണ്ടായിട്ടുള്ള സംഭവം, അതൊരു മറ്റൊരു തുർക്കുമാൻഗേറ്റാന്ന് പറയുന്നതായിരുന്നു മര്യാദ. അതൊരിക്കലും UP മോഡലല്ല ശരിക്കത്. അത് തുർക്കുമാൻ ഗേറ്റിൻ്റെ മോഡലാണ് ശരിക്കത്. പിന്നെ അതിനകത്ത് ശരിതെറ്റുകൾ രണ്ടാമത്തെ വശമാണ്. കാരണം ഇപ്പോൾ ഒഴിപ്പിക്കുക എന്നുള്ളത് അവിടുത്തെ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ പേരണ്ടൂർ കനാൽ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിൽ വിധിയുണ്ട്. അവിടെ താമസിക്കുന്ന ചില ആളുകളെ 2 മാസത്തിന് അതിന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അനധികൃതമായിട്ട് ഭൂമി കയ്യേറിക്കൊണ്ട് സർക്കാർ ഭൂമിയിൽ വീട് വയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർ ചേരികളാണ്, അതൊക്കെ ചേരികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ പറയുന്ന ചേരികൾ പലതും പലരുടെ സൃഷ്ടികളാണ്. ഇവിടുത്തെ ഭൂമാഫിയയുടെ സൃഷ്ടികളാണ്. ഒരു സ്ഥലം മറ്റേ ചേരി പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ കൂടുതലാണ്. ഈ ആനുകൂല്യങ്ങൾ വളരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ മൊത്തം ഏജൻസി ഏറ്റെടുക്കുന്നത് ചില ഭൂമാഫിയകളാണ്. അതിനുശേഷം സ്ഥലം പോലും അവർ ഏറ്റെടുക്കുകയാണ്. ഇപ്പം ഇതിപ്പോൾ തന്നെ ബാംഗ്ലൂർ പറയുന്നത് അങ്ങനെയാണ്. ഒരു 5 ഏക്കർ സ്ഥലം എന്നാണ് പറയുന്നത്. 5 ഏക്കർ സ്ഥലത്ത് ബാംഗ്ലൂരിൻ്റെ വില വെച്ചിട്ട് അവിടെ കോടികളാണ് വില വരിക.
അങ്ങനെ കോടികൾ വരുന്ന ഭൂമി സ്വന്തമാക്കാനായിട്ടുള്ള വലിയൊരു ആസൂത്രിതമായുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് DK ശിവകുമാർ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്നും മേലുകീഴ് അദ്ദേഹം നോക്കുന്നില്ല. അവിടെ പോയിട്ടുള്ള നമ്മുടെ പാർലമെൻറ്റിൽ ഇന്ന് പോയിട്ടുള്ള മെമ്പർമാരുടെ മലയാളികളായിരിക്കുന്ന ആളുകൾ അവർ ഈ പറയുന്ന സ്ഥലം നോക്കുന്നില്ല. ഇത് കർണാടകത്തിലുള്ള പ്രശ്നം കർണാടകക്കാരുടെ പ്രശ്നമാണ്, ഉത്തർപ്രദേശിലെ പ്രശ്നം ഉത്തർപ്രദേശിലുള്ള ആളുകളുടെ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ അവിടെ തന്നെ സംസ്ഥാന സർക്കാരുകളുണ്ട്. ആ സർക്കാരുകൾ അറിയാം ആൾക്ക് ഇതെങ്ങനെ പരിഹരിക്കേണ്ടതെന്നറിയാം. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അല്ലാതെ കണ്ട് കേരളത്തിൽ നിന്ന് പോകുന്ന റഹീമോ അല്ലെങ്കിൽ MP രാജേഷോ അവരൊന്നുമല്ല ഇത് ഇടപെടേണ്ട ആളുകൾ. അതിന് കൃത്യമായിട്ട് അതാത് സ്ഥലത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അവിടുത്തെ ജനജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുള്ള ആളുകൾ, അവരാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല പറയേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേറെ വിഷയമില്ലായിരുന്നു, ഈ തിരക്കുണ്ടായിരുന്നില്ല. ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ആളുകളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കൂട്ടരും. അവരാണ് ഈ പറയുന്ന ഭൂമിയുടെ ചില ആളുകൾ ഒഴിപ്പിക്കുന്നതിനെതിരായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവരുടെ ചില താല്പര്യങ്ങളുള്ളത്. ഇവർ വിഷയങ്ങളെ കാണുന്നത് പൂർണ്ണമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അവിടെയുള്ള ആളുകൾ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫക്കീർ കോളനിയാണ്. ഫക്കീർ കോളനി എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം കോളനിയാണ്. മുസ്ലിം കോളനി എന്ന് പറഞ്ഞാൽ 300 വീട്ടുകാർ മുസ്ലിങ്ങളാണ്. അങ്ങനെ മുസ്ലിങ്ങളെ ആ പേര് കേട്ട് റഹീം ചാടി ഇറങ്ങിയതാ. ഈ റഹീം എന്ന് പറയുന്ന ആൾക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടില്ല എന്നുള്ളതല്ല എൻ്റെ പ്രശ്നമുള്ളത്. റഹീം ഈ സംഭവത്തിലത്ത് ഇടപെടാനുള്ള കാരണം ഇത് ഫക്കീർ കോളനി അതിൻ്റെ പേരിലാണത്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇയാളുടെ ഡോക്ടറേറ്റ്, ഇയാളൊരു റിസർച്ച്, ഇയാളുടെ PG എന്തിനകത്താണെന്നറിയാമോ? ഇയാളുടെ ഉള്ളത് ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ പഠനം നടത്തിയിരിക്കുന്ന റഹീമിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലാണ് താല്പര്യമുള്ളത്. അയാൾ മുസ്ലിങ്ങളുടെ സംരക്ഷകനാണ്. മുസ്ലിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുഴപ്പം കാണിക്കുന്ന മുസ്ലിങ്ങൾ, ഇപ്പോൾ മറ്റേ ഒരു ശിവകുമാർ പറഞ്ഞല്ലോ മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് അവിടുത്തെ ഹോം മിനിസ്റ്ററൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിം കൂടി ആണെന്ന് പറഞ്ഞ സമയത്ത് എന്താ പിന്നെ നമ്മുടെ ആളാണ്. അതാണ് റഹീമിന്റെ നിലപാട്. മുനമ്പത്തെ മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്തവരാണ്. റഹീം ഒരിക്കൽ പോലും മുനമ്പത്തേക്ക് വന്നിട്ടില്ല. അവിടുത്തെ ഇഷ്യൂസ് അയാൾക്കറിയില്ല. എറണാകുളത്തുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ ഈ പറയുന്ന ഇതിൻ്റെ പേരിൽ വഖഫിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ചരിത്രമൊന്നും അയക്കറിയില്ല. അങ്ങനെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ട് ഒരു പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടോ? റഹീം ഇറക്കിയിട്ടില്ല. മറിച്ച് റഹീമിൻ്റെ പ്രസ്താവന ഫക്കീർ കോളനി കയറിയിട്ട് കർണാടക ഗവൺമെൻറ് ആക്രമിച്ചു എന്നുള്ളതാണ്. ഇത് കേരളത്തിലാണെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. 5 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ കൊള്ളയടിച്ചിട്ടുള്ള കൊള്ളക്കാരായിരിക്കുന്ന ആളുകൾ അത് മയക്കുമരുന്നുണ്ടല്ലോ എന്നുള്ളവർ അവിടുത്തെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇവരുടെ പരിപാടി മയക്കുമരുന്നിൻ്റെ കച്ചവടമാണെന്ന് അവിടുത്തെ സർക്കാർ വളരെ വ്യക്തമാക്കുന്ന നിലയ്ക്ക് അതിനേറെ സാധ്യതയുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ചിന്തിക്കേണ്ടത്, ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് എക്കാലത്തും അവർ ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യുന്നത്, കാണുന്നത്, നോക്കുന്നത്, മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് സംഗതിക്ക് അവർ മതം നോക്കിയിട്ടാണ്. അവരെ എല്ലാ നേതാക്കന്മാരും വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളാണോ അവരിടപെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് മതത്തിൻ്റെ പേരിൽ മാത്രം നോക്കി കണ്ട് ഇടപെട്ടതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഫക്കീർ കോളനി എന്ന് പറയുന്നത് ഞമ്മൻ്റെ കോളനിയാണെന്നുള്ള റഹീമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അദ്ദേഹം ആവശ്യമില്ലാതെ കണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടുപോലും ഈ പറയുന്ന വലിയൊരു കെണിയിൽ പെട്ടുപോകാനുള്ള കാരണം ഈ തരത്തിൽ മതതീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവാചകനായിട്ട് ഇന്നിപ്പോൾ റഹീം മാറിയതിൻ്റെ പേരിലാണ്. ഇത് സാധാരണ നിലയ്ക്ക് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് നിരക്കാത്തതാണെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.